Hi friends, welcome to c4 cooking. ഇന്ന് നമുക്ക് ഹാഫ് kg കേക്കിനുള്ള വാനില സ്പഞ്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1/2 കപ്പ്. കേക്ക് സോഫ്റ്റ് ആവാനും പെർഫെക്റ്റ് ആവാനും നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിരിക്കണം. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ. പൗഡേർഡ് ഷുഗർ 1/2 കപ്പ്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്താൽ മതി. പിന്നെ 2 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കരുത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ പാലും ഇതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കരുത്, ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. സോൾട്ട് 1 പിഞ്ച്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ബട്ടർ എസൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. 1/2 ടീസ്പൂണ്. നമ്മുടെ കേക്ക് സോഫ്റ്റായി പെർഫെക്റ്റ് സ്പഞ്ച് ആവണമെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ടിരിക്കണം. 6 ഇഞ്ചിലുള്ള കേക്ക് മോൾഡ് എടുത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഹാഫ് kg കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. 6 ഇഞ്ചിലാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ ആദ്യം എടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് മുകളിലൊരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കാം. എന്നിട്ട് അതിന് പകരം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം സീവ് ചെയ്തെടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയെല്ലാം മൈദയെല്ലാം കൂടി നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് 3 പ്രാവശ്യം സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആവാനും പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിത് മാറ്റി വെക്കാം. വേറൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് സോൾട്ട് 1 പിഞ്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വാനില എസൻസും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. സോൾട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മണം കേക്കിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ വേണം ചെയ്യാൻ. ബീറ്റർ ഇല്ലാത്തവർ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. എല്ലാം കൂടി മിക്സായ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് വേണം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. യെല്ലോ കളറിൽ നിന്ന് വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. അങ്ങനെ ബീറ്റ് ചെയ്യണത് എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, കേക്ക് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. ബീറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ സ്പീഡ് കുറച്ച് വെക്കാം. ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, ഓവർ ബീറ്റ് ചെയ്യണ്ട.
ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേജിന് നന്നായിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യേണ്ടത്. ആദ്യം ഒന്ന് ചുറ്റിച്ച് നടുവിലേക്ക് സ്പാച്ചിൽ കൊടുന്ന് പിന്നെയും ചുറ്റിച്ചെടുക്കുക. അങ്ങനെ സാവധാനം വേണം ചെയ്യാൻ. ഒക്കെ കൂടെ ഒന്ന് മിക്സായിട്ട് വന്ന് നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സാവധാനം വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ എഗ്ഗ് നന്നായിട്ട് ആ പൊന്തി വന്നിട്ടുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തത് അതുപോലെ താന്നു പോകും. നമുക്കിതിലേക്ക് കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആദ്യം ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യുക. ഒന്നിച്ചിട്ടൊക്കെ കൂടെ ആഡ് ചെയ്യാതിരിക്കുക. ഇതാണ് ആ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് ഈ ബാറ്റർ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ മേലിൽ തട്ട് വെച്ച് കൊടുക്കുക. കുക്കറിൻ്റെ അടപ്പിൻ്റെ വെയിറ്റൊക്കെ നമ്മൾ ഊരി വെക്കണം. എന്നിട്ട് കേക്ക് ടിന് ഇതിലേക്ക് ഇറക്കി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിലാണ് 25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. ഓവൻ നമ്മൾ ആദ്യം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നടുക്കൊന്ന് കുത്തി നോക്കിയിട്ട് അത് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അതല്ല അതിൽ മാവ് എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ബേക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള 1/2 kg കേക്കിനുള്ള വാനില സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, സ്പഞ്ചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.